പുരസ്കാരം മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ എന്ന പുസ്തകത്തിന് ലഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. രാമനേട്ടൻ്റെ കവിതകൾ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രാമനേട്ടൻ്റെ കവിതയ്ക്കൊപ്പം നമ്മൾക്കൊപ്പം നമ്മുടെ കവിതയ്ക്കൊപ്പം രാമനേട്ടനും കൂടെ നടക്കുന്നതാണ്. അപ്പം അത്തരമൊരു സൗഹൃദം വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പുരസ്കാരം ലഭിച്ച സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ രാമനേട്ടൻ്റെ വീട്ടിൽ തന്നെ കൂടിയിട്ടുള്ളത്. അതിനെത്തിച്ചേർന്നിട്ടുള്ള കാവിശിക അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ തിയോ പാട്ട് രാമനേട്ടൻ പ്രിയനന്ദൻ്റെ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന സിനിമയിൽ എഴുതിയ ഒരു ഗാനം ആലപിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാമനേട്ടൻ്റെ പ്രിയപ്പെട്ട കുടുംബമുണ്ട്. നമ്മൾ ഇതിൻ്റെ കേൾവിക്കാരായിരിക്കുന്ന പലയിടത്തായിരിക്കുന്ന നമ്മുടെ മിത്രങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്, ഒരുപാട് ബന്ധുജനങ്ങളുണ്ട്. രാമനേട്ടൻ്റെ എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ഞാനിവിടെ സ്വാഗതം പറയുകയാണ്. പിന്നെ രാമനേട്ടൻ്റെ കവിതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ രാമനേട്ടൻ്റെ സ്വന്തം വാക്കുകളായി തന്നെ നമുക്ക് ഇവിടെ കേൾക്കാം, കവിതകൾ ആലപിക്കാം. അതിനൊക്കെയുള്ള പ്രത്യേക സന്ദർഭമാണ് ഇവിടെയുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ വളരെ സ്നേഹപൂർവ്വം തന്നെ നമ്മൾ സ്വാഗതം പറയേണ്ടത് നമ്മുടെ പ്രിയ കവിയായിട്ടുള്ള രാമനേട്ടനെ തന്നെയാണ്. രാമനേട്ടൻ്റെ ഈ കവിത ഈ അവാർഡ് എന്ന സന്ദർഭമാണ് നമ്മളിവിടെ എല്ലാവരെയും കൂടി ചേർത്തിരിക്കുന്നത്. അപ്പോൾ രാമനേട്ടനെ വ്യക്തിപരമായി ഈ സന്ദർഭത്തിൽ ഞാൻ അനുമോദിക്കുന്നു. രാമനേട്ടനെ അനുമോദിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഈ നല്ല വാക്കുകൾ നമ്മൾ ശ്രമിക്കാനായിട്ട് ഉപയോഗപ്പെടുത്താം. ഈ സന്ദർഭം രാമനേട്ടനെ പ്രത്യേകം ഈ FB ലൈവിലേക്ക് സ്വാഗതം പറയുന്നു. അതോടൊപ്പം ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും കുഞ്ഞുമക്കൾക്കും എല്ലാം നമുക്കിന്ന് ഇവിടെ രാമനേട്ടൻ എഴുതിയ ഈ പാട്ട് ആ സിനിമയിലെ ഗാനം ആലപിക്കാനായി തിയോനെ ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ പാടാണ്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നില്ലേ സിത്താര പാടിയ പ്രേമാവിൻ്റെ ഫിലിമിലേക്ക് പാടുകയാണ്. പെയ്യുന്നുണ്ട് വീഴുന്നുണ്ട്. നമ്മുടെ പിക്കസിലേക്കുമാണ് ശ്രീചേട്ടൻ ഞങ്ങളുടെ ആൽബത്തിലൊക്കെ കബല ചെയ്തിരുന്ന പ്രപഞ്ചമാമി ആൽബത്തിലൊക്കെ കബല ചെയ്തിരുന്ന ആളാണ്. ആളുടെ പാട്ടാണ് പാടുന്നത്. ാകാശം നിറമാടിയ പൂങ്കാവ് ആലോലം കതിരും ചെവി പാറിയ വസന്തം മയിലാടുന്നേ മറിമാനോടുന്നേ ഈ കാറ്റും പുഴയും മുളയും മൂളുന്നേ താരം ചിന്നിച്ചിന്നുന്നേ കിളികൾ പാടുന്നേ ഈ തൊടിയും മേടും കാടും പോകുന്നേ ആലിൻ്റെ കുമ്പത്തും മാമാലത്തുമ്പത്തും വേലപ്പാലപ്പേലും തുടിതാളമിരം പൊന്നേ കണ്ണെത്താ ദൂരത്തും കാതെത്താതെ
ദേശത്തും കാറത്ത മനത്തും പാട്ടുമുഴങ്ങുന്നേ ആരിന്റെ കുമ്പത്തും മാമല തുഞ്ചത്തും ഏലപ്പരപ്പിലും തുടിതാളമിരങ്ങുന്നേ കണ്ടെത്ത ദൂരത്തും കാതത്ത ദേശത്തും മാറത്ത മനത്തും പാട്ടുമുഴങ്ങുന്നേ പൂമാത വാഴുന്നുണ്ടല്ലോ മേലെ വനമേലെ പടതന്നുത്സവമാണല്ലോ താഴെ താഴ്വരയിൽ പൂമാത വാഴുന്നുണ്ടല്ലോ മേലെ വനമേലെ പടതന്നുത്സവമാണല്ലോ താഴെ താഴ്വരയിൽ രാവിൽ വെട്ടം തൂവാനം വിളിമുത്തുണ്ടേ രാമ വെട്ടം തൂവാനം രാവിൽ വെട്ടം തൂവാനം വിളിമുത്തുണ്ടേ രാമ വെട്ടം തൂവാനാദിത്യനുണ്ടേ മോളിൽ തൂവും വെട്ടം പോയി മറഞ്ഞാല് താഴെ നമ്മൾ തമ്മിൽ വെട്ടം പകരും നീ മോളിൽ തൂവും വെട്ടം പോയി മറഞ്ഞാല് താഴെ നമ്മൾ തമ്മിൽ വെട്ടം പകരും നീ ഉടനാലെ നാം ഒന്നായി ചേരുമ്പോൾ മാമലമേൽ പന്തം പോലെ വെട്ടം നിറവെട്ടം ഉടനാലെ നാം ഒന്നായി ചേരുമ്പോൾ മാമലമേൽ പന്തം പോലെ വെട്ടം നിറവെട്ടം മിന്നുന്നുണ്ട് മൊഴിഞ്ഞെന്തോ നോക്കുന്നുണ്ട് കാക്കുന്നുണ്ട് പൂറ്റുന്നുണ്ട് താഴെ നിന്നാരോ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഗതം അല്ലേ സ്വാഗതം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ പറഞ്ഞു നമുക്ക് ഏറെ അഭിമാനമുള്ള ദിവസമാണ് നമ്മളിവിടെ നമ്മുടെ സ്വന്തം രാവണയുടെ കൂടെ കവിമുറ്റം എന്നൊരു പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ കാർഷിക കൈമുറ്റം നടത്താറുണ്ട്, കുറച്ച് നാളായിട്ട് നടക്കാറില്ല. അപ്പോൾ അത് ഇന്ന് തന്നെ ഇവിടെ നടക്കുന്നതിൽ സന്തോഷമുണ്ട്, നമുക്ക് എല്ലാവർക്കും സന്തോഷം. രാവണേടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കവിയാണ്. കാരണം അങ്ങനെ അധികം ഗ്ലാമറോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഏറ്റവും സാധാരണക്കാരുടെ കൂടെ ജീവിക്കുക, സാധാരണക്കാരന് വേണ്ടി കവിത എഴുതുക, അതാണ് രാവണേട്ടൻ നേടിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും രാവണേട്ടൻ അറിയാം, മാറ്റുദേശൻ്റെ കവി എന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിൻ്റെ കവിയാണ്.
നമ്മൾ പ്രാന്തവൽക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് കവികളുടെ ഒരു കടമയാണ്. ആ കടമ 40 കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. പല ആളുകളും കടമ തെറ്റിപ്പോകുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു വീട്ടുവീഴ്ചയില്ലാണ്ട് ഏറ്റവും സാധാരണകൾ കുറഞ്ഞ ഏറ്റവും നല്ല രീതിയിൽ കവിത എഴുതിക്കൊണ്ട് നമ്മുടെ മലയാളികളുടെ, നമ്മുടെ കേരളത്തിൻ്റെ, നമ്മുടെ സ്വന്തം രാവണേട്ടൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. രാവണേട്ടൻ നമ്മൾ സംസാരിക്കും, ആൾ കവിതകൾ വായിക്കും, അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം, അതിന് മറുപടി പറയും. അതൊക്കെയാണ് നമ്മളിന്ന് നടക്കുന്ന പരിപാടി കൈമുറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറെ അഭിമാനത്തോടെ ഏറെ സന്തോഷത്തോടു കൂടി രാവണേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറെ അഭിവാദം ചെയ്യാം. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ കവിപക്ഷത്തിന് വന്നിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറയാൻ വിട്ടുപോയാലോ അത് കൃത്യമായിട്ട് പൂരിപ്പിക്കാൻ ഇവിടെ ആളുണ്ട്. കവിപക്ഷം എന്നുള്ളത് ഒരൊറ്റ കവിതകൾ ചൊല്ലി കവിത എഴുതാനിടയായ സാഹചര്യം പറയുകയും കേട്ടിരിക്കുന്ന ആൾക്കാരോട് കവിതയെക്കുറിച്ചുള്ള സംവാദങ്ങൾ നടത്തുകയും ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ചെയ്യാറുള്ളത് ഓൺലൈനിലാണ്. അപ്പോൾ ആർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ ഇപ്പോൾ എവിടെയോ നമ്മുടെ കേൾവിക്കാരുണ്ട്, അവർ നമ്മുടെ കൺമുമ്പിലില്ല. നമ്മൾ ഓഫ്ലൈനിൽ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. യാദൃച്ഛികമായ സാഹചര്യത്തിലാണ് ഓഫ്ലൈനിൽ എൻ്റെ മുറ്റത്ത് വെച്ച് ഒരു കവിമുറ്റം നമ്മൾ നടത്തുന്നത്. ഈ വീട് ഉൾപ്പെടുന്ന നാട്, ഈ നാട്ടിലെ മനുഷ്യർ, അതെൻ്റെ കാവ്യ ജീവിതത്തിൽ അതിഗംഭീരമായ പങ്ക് വഹിച്ചിട്ടുള്ള നാടാണ്. ഈ പ്രദേശങ്ങളൊക്കെ കവിതയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കവിതയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ജീവിച്ച മനുഷ്യരുണ്ട്, ഈ വീടുണ്ട്. ഈ വീട്ടിലുണ്ടായിരുന്ന അച്ഛനും അമ്മയും എല്ലാം അടക്കമുള്ള മനുഷ്യരും ഇങ്ങനെ എൻ്റെ കവിതയുടെ കേന്ദ്രമായി നിൽക്കുന്ന ഒരു നാടാണ്. ഞാൻ ജനിച്ചു വളർന്ന വീടെന്ന് പറയും. ഈ വീട് പണിയുന്നത് 1966 പണി പൂർത്തിയാവുന്നത്. അതിന് മുമ്പ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഇതിന് നേരെ മുമ്പിലൊരു ചെറിയ കുടിലാണ്, ഒരു ഒറ്റമുറി വീട് എന്ന് പറയാം, ഈ പറമ്പിലാണ്. പിന്നീടാണ് 66 വീട് പണിത്. ഈ വീട് പണിയുന്ന സമയം മുതലുള്ള ഓർമ്മകളെല്ലാം ഉള്ളിലുണ്ട്. ഞാൻ ഈ വീടുമായി ബന്ധപ്പെട്ട ഒരു കവിത ആദ്യമേ വായിക്കാം. വീട് പണി. ചെയ്തു കൊടുക്കും മാഷ. വീട് പണി വായിക്കട്ടെ. ഈ വീട് പണി കാലത്തുള്ള ഓർമ്മയാണ് ഈ കവിതയിലേക്ക് വരുന്നത്. വീട് പണിയുന്ന കാലത്ത് മാത്രമല്ല, വീട് പണിക്ക് മുമ്പും പിമ്പുമുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ചുരുക്കിയിട്ടാണ് ഈ കവിത വരുന്നത്. വീട് പണിയെ കുറിച്ച് മലയാളത്തിൽ ഒരുപാട് കവിതകളുണ്ട്. കവികൾ വീടുണ്ടാക്കിയത്, വീട് പണിതത്, വിറ്റത്, വീട് മാറ്റം, അങ്ങനെ കവിത കുറേ ഉണ്ട്. ഏതാണ്ട് എല്ലാവരും അതിന് എഴുതിയിട്ടുണ്ട് എന്ന് പറയും. ഞാൻ എഴുതിയത് ഇതിലെ 2-3 കഥാപാത്രങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഒന്ന് അച്ഛനാണ് ഈ വീട് പണിത്. ഈ വീട് പണി പൂർത്തിയാവും മുമ്പ് ഞങ്ങളെ പിരിഞ്ഞു പോയ എൻ്റെ അനിയൻ
അങ്ങനെ പലരുമുണ്ട്. അച്ഛൻ ഈ വീട് പണിതത് എനിക്ക് ഓർമ്മയുണ്ട്. വേലി കൊണ്ട് അകം പുറം തിരിച്ച് വാതിൽ കൊണ്ട് പകുത്തിട്ടു. പുറമകത്തേക്കും അകം പുറത്തേക്കും തള്ളി വന്നു. വീട് കോടി നിന്നു. അച്ഛനെ വീട് പണിതത് എനിക്ക് ഓർമ്മയുണ്ട്. വേലി കൊണ്ട് അകം പുറം തിരിച്ചു, വാതിൽ കൊണ്ട് പകുത്തിട്ടു. അകം പുറത്തേക്കും പുറം അകത്തേക്കും തള്ളി വന്നു. വീട് കോടി നിന്നു. അച്ഛനെ വീടിനെ പറ്റി പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. സ്വപ്നം കണ്ടത്, തറ കോരിയത്, പൊന്നു കുഴിച്ചിട്ടത്, പൊരിഞ്ഞത്, പിടഞ്ഞത്. അച്ഛനെ വീടിനെ പറ്റി പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. സ്വപ്നം കണ്ടത്, തറ കോരിയത്, പൊന്നു കുഴിച്ചിട്ടത്, പൊരിഞ്ഞത്, പിടഞ്ഞത്. ഓരോ കല്ലും വേർപ്പൊരുട്ടിയെടുത്തത്, ഓരോ മുറിയും മനം ചുട്ടെടുത്തത്. ആകാശമേ കാവൽ എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ നനഞ്ഞത്, നിറഞ്ഞത്. ഓരോ കല്ലും വേർപ്പൊരുട്ടിയെടുത്തത്, ഓരോ മുറിയും മനം ചുട്ടെടുത്തത്. ആകാശമേ കാവൽ എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ നനഞ്ഞത്, നിറഞ്ഞത്. രണ്ടാം നില പണിയണം എന്നത് അനിയത്തിയുടെ ശാഠ്യമായിരുന്നു. വീടുപണി പൂർത്തിയാവും മുമ്പേ അവൾ മുകൾ തട്ടിൽ പാർപ്പായി. പിന്നത്തെയും തട്ടുകൾ കടന്ന് മോളിലെത്തുന്നത് അച്ഛൻ ദിവാസ്വപ്നം കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. രണ്ടാം നില പണിയണം എന്നത് അനിയത്തിയുടെ ശാഠ്യമായിരുന്നു. വീടുപണി പൂർത്തിയാവും മുമ്പേ അവൾ മുകൾ തട്ടിൽ പാർപ്പായി. പിന്നത്തെയും തട്ടുകൾ കടന്ന് മോളിലെത്തുന്നത് അച്ഛൻ ദിവാസ്വപ്നം കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. എട്ടുകാലിയും പഴുതാരയും കൂറാനും പാറ്റയും തേളും ചിതലും എന്നിങ്ങനെ ഒരുപാട് താമസക്കാരുണ്ട് ഓരോ മുറിയിലും. ചുമരിൽ വെള്ളയടിക്കുമ്പോൾ ഒരു ജീവിപ്രപഞ്ചം മായുന്നു. ഏത് ചായം തേക്കുമ്പോഴും കറുത്ത നിറം മാത്രം പതിയുന്നത് കണ്ടാണ് അച്ഛന് ഭ്രാന്ത് പിടിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ വരണ്ടത്, വിണ്ടു പൊട്ടിയത്. എട്ടുകാലിയും പഴുതാരയും കൂറാനും പാറ്റയും തേളും ചിതലുമെന്നിങ്ങനെ ഒരുപാട് താമസക്കാരുണ്ട് ഓരോ മുറിയിലും. ചുമരിൽ വെള്ളയടിക്കുമ്പോൾ ഒരു ജീവിപ്രപഞ്ചം മായുന്നു. ഏത് ചായം തേക്കുമ്പോഴും കറുത്ത നിറം മാത്രം പതിയുന്നത് കണ്ടാണ് അച്ഛന് ഭ്രാന്ത് പിടിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ വരണ്ടത്, വിണ്ടു പൊട്ടിയത്. ആകാശത്തെത്തുമ്പോൾ ആകാശമില്ലാതാവുന്നു. വീട്ടിലെത്തുമ്പോൾ വീടില്ലാതാവുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ നടന്നത്, കഴച്ചത്, കുഴഞ്ഞത്. ആകാശത്തെത്തുമ്പോൾ ആകാശമില്ലാതാവുന്നു. വീട്ടിലെത്തുമ്പോൾ വീടില്ലാതാവുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ നടന്നത്, കഴച്ചത്, കുഴഞ്ഞത്. വീടുപണി കഴിഞ്ഞപ്പോൾ വീടുപണി പഠിച്ച് ചെയ്യുന്നതല്ല, ചെയ്ത് പിഴയ്ക്കുന്നതാണ് ജീവിതം എന്ന് നിലവിളിച്ച് അച്ഛൻ ചീന്തിയെറിഞ്ഞ പട്ടയ കൊണ്ട് ഞാനൊരു കളിയോടമുണ്ടാക്കി. അച്ഛൻ നട്ടതാണ് ഈ വീട്. അച്ഛൻ നട്ടതാണ്. വീടുപണി കഴിഞ്ഞപ്പോൾ വീടുപണി പഠിച്ച് ചെയ്യുന്നതല്ല, ചെയ്ത് പിഴയ്ക്കുന്നതാണ് ജീവിതം എന്ന് നിലവിളിച്ച് അച്ഛൻ ചീന്തിയെറിഞ്ഞ പട്ടയം കൊണ്ട് ഞാനൊരു കളിയോടമുണ്ടാക്കി. അച്ഛൻ നട്ടതാണ് ഈ വീട്. അച്ഛന് നട്ടതാണ് ഈ വീട്.
ഇതിൽ പരാമർശിച്ചൊരു കാര്യം, ഒരു പെങ്ങള് വന്നല്ലോ, എൻ്റെ താഴെയുള്ള പെങ്ങളാണ്. അവള് ബസ് അപകടത്തിലാണ് വിളിച്ചത്. തൊട്ടുമ്പോൾ എൻ്റെ കണ്ണിൽ വെച്ച് വീട് പണി നടക്കുമ്പോൾ പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാകാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ നിന്ന് താഴെ ഏണി വെച്ചിട്ടുണ്ട് പണിക്കാർക്ക് കയറാൻ വേണ്ടിയിട്ട്. വേറെ ആർക്കും കയറാൻ പറ്റില്ല, പണിക്കാർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇവളാണ് പറഞ്ഞിരുന്നത് അവിടെ 3 പണിയാണ്, അവിടെ അവൾക്ക് താമസിക്കുന്നത്. ചാച്ച പറയാറുണ്ട്, അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ പറയാറുണ്ട്. ഒരു ദിവസം നോക്കുമ്പോൾ അവളെ കാണാൻ അവളീ ഓടി കയറി മൂടി ഇത് അവൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്ത് പോയി താമസിച്ചു. ഞങ്ങളൊക്കെ പരിഭ്രമിച്ച് എവിടെയൊക്കെ പോയി നോക്കി. അവസാനം നോക്കുമ്പോൾ അവള് കയറി താഴ്ത്തത് ആ ഒരു കവിതയ്ക്കകത്ത് പോയി. ഈ പെങ്ങൾ ഒരുപാട് കവിതകൾ ജീവിതത്തിൽ ആദ്യം ഞാൻ നേരിട്ടൊരു ദുരന്തമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ കണ്ണൂരിൽ വെച്ച് ആണ് ഈ സംഭവം നടക്കുന്നത്. പെങ്ങളുടെ കാര്യത്തിലൊരു ഓർമ്മ എന്താ വെച്ചാൽ, അവളുടെ 1ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഏകാശിയാണ്. ഏകാശം കൂടി കഴിഞ്ഞ് വന്നാലാണ് കാപ്പി ഭക്ഷണം കിട്ടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കുളിക്കാൻ പോകണം. നിങ്ങളുടെ തറവാട്ടിൽ ഇവളൊക്കെ വീട് പറയാം, തറവാട്ടിൽ എൻജിൻ പിടിച്ചിട്ടുണ്ട്. ആ എൻജിൻ സ്റ്റാർട്ടാക്കി കുളിക്കാനാണ് നിങ്ങളെല്ലാവരും പോകുന്നത്. പരീക്ഷയുടെ എന്നുള്ള പ്രത്യേകത, അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവൾ സ്ലേറ്റും പുസ്തകം വലിച്ചു തയ്യാറാണ്. ഇനി ഞാൻ സ്കൂളിൽ പോകില്ല എന്ന് പറഞ്ഞു. സ്കൂളിൽ പോകില്ല എന്ന് പറയുമ്പോൾ ചെറിയൊരർത്ഥം അവൾ വിചാരിച്ചിട്ടുള്ളൂ. നാളെ മുതൽ സ്കൂളില്ല, സ്കൂൾ അടച്ചു, ഇനി സ്കൂളിൽ പോകില്ല, സ്വാതന്ത്ര്യം ആഘോഷിക്കലാണ്. പിറ്റേ ദിവസമാണ് ഈ മരണം നടക്കുന്നത്. കുളി കഴിഞ്ഞ് അവൾ കയറി പറഞ്ഞു, ഞാൻ കുളിക്കാൻ വേണ്ടി പോകും. ആ സമയത്താണ് ഈ ആക്സിഡൻറ്റ് നടന്നത്. ഈ പെങ്ങളെൻ്റെ ഒരുപാട് കവിതകളിൽ പല രൂപങ്ങളിൽ കടന്നു വരുന്നത്, അച്ഛനും വരുന്നത്. ഈ 2 പേരാണ് ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളായിട്ടൊക്കെ കയറി വന്നിട്ടുള്ളത്. നിങ്ങളായിരുന്നു പറഞ്ഞത് എന്തായാലും പറഞ്ഞത് നമ്മളിപ്പോൾ മാസ്റ്റർ കവിത കേട്ടല്ലോ, വീട് പണി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. കാരണം ഒരു കവിത എഴുതുമ്പോൾ അയാളുടെ ജീവിതമാണ് നമ്മൾ വായിക്കുന്നത്. ഞാനൊക്കെ ഇത് കേട്ടപ്പോൾ എനിക്ക് അവസാനത്തെ വരിയാണ് ഏറ്റവും സ്പർശിച്ചത്. അച്ഛൻ നട്ടതാണ് ഈ വീട്, അച്ഛനെ നട്ടതാണ് ഈ വീട്. ആ വരിയിലെല്ലാം അതുപോലെ എല്ലാവർക്കും ചോദിക്കാം. മാഷ് പറയും. നമുക്ക് ചായ ഉണ്ട് ഇവിടെ, ഇപ്പം ആയാലോ ചായ കൂടി അല്ലേ? ഇതിൻ്റെ കൂടെ നടന്നോട്ടെ. ടീച്ചർ അവിടെ പോയാൽ അപ്പോൾ തിരിക്കേണ്ടി വരും. ടീച്ചറേ ഇവിടെ നിന്നിട്ട് ചോദിക്കും, അത് ഇതൊക്കെ എപ്പോഴും പ്രേമം തിരിക്കേണ്ടി വരും. പ്രിയപ്പെട്ട രവണി മാസ്റ്റർ, വീടെന്ന കവിത ആത്മാവിൻ്റെ ഉള്ളിൽ നിന്നും ഉറന്നൊഴുകിയ ജീവിതത്തിൻ്റെ ഒരു നീർച്ചോലയായി തോന്നി. സങ്കടം വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ് ഒരു വീടെന്നത്. സാധാരണക്കാർക്ക് ഒരു വീട് പണിതുയർത്തുക എന്നത് വല്ലാത്തൊരു തീച്ചൂളയിലൂടെ നടന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ കല്ല് വെക്കുമ്പോഴും
അച്ഛൻ്റെ നൊമ്പരവും പ്രതീക്ഷയും സന്തോഷവും ഈ കവിതയിലൂടെ മാഷ് അവതരിപ്പിക്കുന്നുണ്ട്. അവസാനത്തെ വരി അച്ഛൻ നട്ടതാണ് എന്ന് പറയുമ്പോൾ ആ നട്ട വീടിനെ കുറിച്ചുള്ള രമണി മാഷിന്റെ വൈകാരികമായ ഒരു സമീപനം നമ്മളെല്ലാവരെയും സ്പർശിച്ചു. പക്ഷേ ഇത്രയും വൈകാരികമായി ഈ കവിത എഴുതാൻ എന്താണ് ഇത്രയും വൈകാരികമായി ഈ കവിത എഴുതാൻ സാറിനെ സ്വാധീനിച്ച ഒരു ഘടകം? കവിത എഴുതണം, വീടിനെ കുറിച്ച് ഒരു കവിത എഴുതണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കില്ല. അതിലപ്പുറം ഇത്തരത്തിലുള്ള ഒരു കവിത എഴുതാനുള്ള ഒരു സ്വാധീനത ഉണ്ടാവും ജീവിതത്തിൽ ഉണ്ടല്ലോ. ഈ വീട് പൂർത്തീകരിച്ചത് അച്ഛനായിരുന്നില്ല. അപ്പൊ അവിടേക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കവിത എഴുതാൻ പ്രചോദനം ഉണ്ടായി? പ്രചോദനം എന്നല്ല, ആ വാക്കൊരിക്കലും അവിടെ അന്വർത്ഥാവില്ല. സ്വാധീനിച്ചത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ചോദ്യം. ഒത്തിരി അച്ഛനും പെങ്ങളും വരുമ്പോ, പെങ്ങള് പറഞ്ഞപ്പോ തന്നെ നമുക്ക് സങ്കടം വന്നു. അതിനേക്കാൾ ഉപരി അച്ഛൻ്റെ ഈ വീട് പണിയുമായി ബന്ധപ്പെട്ട ഓരോ എന്താ പറയാ, ഓരോ മുഹൂർത്തവും തനിക്ക് ഒരു ആസ്ഥാനം വേണം. ആ ആസ്ഥാനത്തിൽ തൻ്റെ മക്കളും ഭാര്യയും അടങ്ങുന്ന ഈ കുടുംബം ഉയർന്ന് പൊങ്ങണം. അവിടെ ഒരു വളർച്ചയുടെ വലിയൊരു മേലാപ്പ് കെട്ടി ഉയർത്തണം. അവിടെ താനും തൻ്റെ മക്കളും ഉന്നത വ്യക്തിത്വങ്ങളായി ജീവിക്കണം, സമൂഹത്തിന്റെ ഒരു ഉന്നത വ്യക്തിത്വങ്ങളായി ജീവിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഈ നാട്ടിൻപുറത്തിന്റെ ഒരു വീട് പണിയും നാട്ടിൻപുറത്തിൽ ഇത്തരത്തിലുള്ള ഒരു വീട് പണിതു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനവും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കണം. നമ്മളൊരു കൊച്ചു വീട് പണിയുമ്പോഴായാലും അതിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ സ്വപ്നം കണ്ടുകൊണ്ട് നാടിന്റെ അഭിമാനമായി ഒരു വീട് കല്ലുകൊണ്ടും മരം കൊണ്ടും മണ്ണുകൊണ്ടും കെട്ടിപ്പൊക്കുമ്പോൾ അതിൽ കെട്ടിപ്പൊക്കാൻ ഉപയോഗിക്കുന്ന മാനസികമായ അവസ്ഥ, രക്തവും ചോദനയും എല്ലാം അതും കൂടി ചേരുമ്പോഴാണ് സ്നേഹവും അതുപോലെ തന്നെ നമ്മളുടെ പ്രായോഗിക ബുദ്ധിയും ആത്മാർത്ഥതയും ആത്മാർപ്പണവും എല്ലാം കൂടി ചേർത്ത് കുഴച്ചുകൊണ്ട് നമ്മൾ പണിതുയർത്തുന്ന ഈ വീടിനെ കുറിച്ച് ഇത്തരത്തിലൊരു കവിത എഴുതാൻ ഒരു എന്താണ് കാരണം? ഇതൊക്കെ തന്നെയായിരിക്കും കാരണം. പക്ഷെ അതിന് വിട്ട് രമണി മാഷ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. ഓക്കെ, ചോദ്യങ്ങൾ ഒന്നെണ്ണം നോട്ട് ചെയ്യണ്ട. അവിടെ റീബ ഒരു പേപ്പറിലൊന്നും നോട്ട് ചെയ്യല്ലെങ്കിൽ മാഷ് എല്ലാവരും കൂടി മറുപടി പറയും. അപ്പോൾ ഞാൻ ആർക്കാണ് ചോദിക്കെങ്കിൽ രാമേട്ടൻ അല്ലെങ്കിൽ മാഷ്, സുഭാഷ്, അപ്പോൾ രണ്ടുപേരും ഫ്രീ ഉള്ള ആരെങ്കിലും ബ്ലാങ്ക് ആവരുത്. മാഷ് ചോദിച്ചുകൊണ്ടിരിക്കുക, ലൈവ് പോവാണ്. വീട് പണിയുമ്പോൾ എന്ന മാഷിയുടെ കവിത നമ്മുടെ മനസ്സുകളെയൊക്കെ വല്ലാതെ സ്പർശിച്ച ഒരു കവിതയായിരുന്നു. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വീട് പണിയുമ്പോൾ നാം അനുഭവിച്ചിട്ടുള്ള ആ ഒരു യാതനകൾ, അല്ലെങ്കിൽ അതൊരു സ്വപ്നം പൂർത്തിയാക്കാനായിട്ട് നമ്മളെല്ലാം എത്രമാത്രം പാടുപെട്ടാണ് ഒരു വീട് പണിയുക എന്നുള്ളതാണ് പണ്ടത്തെ സ്വപ്നം. ഇപ്പൊ ഒരു വീടല്ല, 10 വീട് പണിയുന്ന ഒരു ടണ്ടിലേക്ക് ഇപ്പോഴത്തെ സമൂഹം നീങ്ങി. പക്ഷേ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടാണ്, കടമെടുത്താണ് വീട് ഒരെണ്ണം പൂർത്തിയാക്കിയത്. അപ്പോൾ പ്രത്യേകിച്ചും രമണി മാഷ് അച്ഛൻ്റെ ഒരു സ്വപ്ന വീട് അത് പണിതുയർത്തിയ ആ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നൊമ്പരമായിട്ട്, പെങ്ങൾ ഒരു നൊമ്പരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അച്ഛൻ അവിടെ വീട് നട്ട അച്ഛൻ നമ്മുടെ മനസ്സിലേക്ക് വലിയ ഒരു കഥാപാത്രമായിട്ട് വരികയാണ്. ഒരിക്കലും മറക്കാത്ത 2 കഥാപാത്രങ്ങളാണ് ഇതിൽ പെങ്ങളും അച്ഛനും. അച്ഛനെ പറ്റി മാഷ്
ഒരുപാട് കവിതകളിൽ എഴുതിയിട്ടുണ്ട്. അതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു കവിതയാണ് ഇതിലുള്ള മാറ്റുദേശത്തെ കല്ലെഴുത്തുകളിലെ അച്ഛൻപിള്ള. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അച്ഛൻപിള്ള എഴുതിയ കവിക്ക് ഒരു കൂമ്പാരം പച്ചക്കറികളല്ലാതെ എന്ത് സമ്മാനം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഞാൻ പച്ചക്കറി കൂമ്പാരങ്ങളുമായി എത്തിയിട്ടുണ്ട്. അപ്പൊ അച്ഛൻപിള്ള എന്നുള്ളത് തീർച്ചയായിട്ടും അന്നത്തെ കാലഘട്ടത്തില് മാറ്റുദേശത്ത് ജീവിച്ചിരുന്ന ഒരുപാട് ആളുകളുടെ, കാരണം ഇതൊരു മഹത്തായ ദേശമായിരുന്നു. അതിന്റെ അതിരുകളൊക്കെ മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ എന്ന കവിതയിൽ മാറ്റു പറയുന്നുണ്ട്. അതായത് അന്നത്തെ മാറ്റുദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിളനിലമായിരുന്നു. അവിടെ കോളുണ്ടായിരുന്നു, കായ്കറി ഉണ്ടായിരുന്നു, വാഴയുണ്ടായിരുന്നു, വണിക്കുകൾ കടകടന്ന് അസൂയാലുക്കളായ ആളുകൾ പറഞ്ഞു, ഇവരെന്താണ് ഈ ചെയ്യുന്നത്, ഇവരെപ്പോഴും വയലിലാണല്ലോ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മാറ്റുദേശത്തിന്റെ പ്രശസ്തി എന്ന് പറഞ്ഞാൽ അതിന്റെ വിളകളിലൂടെയായിരുന്നു. അപ്പോ ആ വിളകൾക്ക് പേര് കേട്ട മാറ്റുദേശം, മാറ്റു കുറയാത്ത ആ മാറ്റുദേശത്തെ പറ്റി മാഷ് ഒരുപാട് കഥകളിൽ എഴുതിയിട്ടുണ്ട്, കവിതകളിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അച്ഛൻപിള്ള. അച്ഛൻ കുഴിയിലേക്ക് പോയിട്ടും ആ മണ്ണിനെ, ആ തൂമ്പയെ താൻ കൈയോടടുക്കുന്ന ആ ഒരു വെട്ടുകത്തിയെ അതൊന്നും മറക്കാത്ത അച്ഛൻ. ആ അച്ഛനെ പറ്റിയാണ് നമ്മള് ഇതില് ഈ അച്ഛൻപിള്ള എന്ന കവിതയിൽ നമ്മള് മാഷ് എഴുതിയിട്ടുള്ളത്. ഞാൻ അതിലേക്ക് കടക്കാണ്. അച്ഛൻപിള്ള അല്ലേലും അച്ഛന്റെ ഒരു കാര്യം, മൂക്കത്താ കോപം, അത് വന്ന പല്ലിറുമ്പും പുലമ്പും, ഉറക്കെ വാതിലടച്ചൂട്ടി കട്ടിലീ കിടക്കും. ഞാനായിട്ടൊന്നും പറയണില്ല, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, കാലപ്പഴ അനുഭവിക്കാണ്ട് പറ്റുമോ? കട്ടിൽ നിന്ന് ഓരോരോ മുറുമുറുപ്പ്, കിടക്കപ്പറുതിയില്ല അമ്മയുടെ പരിദേവനം. കട്ടിലിൽ നിന്ന് ഓരോരോ മുറുമുറുപ്പ്, കിടക്കപ്പറുതിയില്ല അമ്മയുടെ പരിദേവനം. കിഴക്കുമേല് വിളക്കും വെടിയിട്ട് കുടിയിരിപ്പിലെ കുന്നോ കന്നാലിയോട് കിന്നാരിച്ച്, മേലെ തട്ടിലെ മത്തേയും കുമ്പിളവും പുന്നാരിച്ച്, വാഴയും വെറ്റയും താലൂലിച്ച്, അങ്ങനെ നടത്തം. നേരത്തിന് തീറ്റയില്ല, കുടിയില്ല. അതുകൊണ്ടല്ലേ ഒടുവിൽ വെട്ടിയിട്ട പോലെ കിടപ്പായത്, മാംസം പഴുത്തത്, കഴുത്തിലെ മുറിവിലൂടെ പഴുപ്പ് പുറത്തേക്ക് ഒഴിച്ചത്, അന്തവും കുന്തവും ഇല്ലാണ്ട് കിടന്ന കിടപ്പില് നരകിച്ചത്, അവിടെ കിടന്ന് തന്നെ പിടഞ്ഞത്, കുഴിയിലടക്കിയത്. എന്നിട്ടും അതിൻ്റെ ഇടയ്ക്കിടെ ആരുമറിയാണ്ട് കുഴിപ്പുറത്ത് എഴുന്നേറ്റ് വന്ന് എളിയിൽ വെട്ടോത്തി തിരുകി, തോളിൽ കൈക്കോട്ടേന്തി നടന്നടോന്ന് കുന്നുമ്മേക്കേറണത്, കുളത്തിലിറങ്ങണത്, തേങ്ങയെ മടക്കിയും പറിക്കണത്, ഓലയും മണലും കൂട്ടണത്, ഊര് തണ്ടണത്, മക്കളുടെ നിഴലായി നടക്കണത്. ഏനങ്ങനെ പോയാലെങ്ങനെ ഈ തൊടിക്ക് ആരുകൂട്ട്, പ്രാണികൾക്ക് ആര് തുണ, മണ്ണിനാര് കാവല്, മരങ്ങൾക്കാര് തങ്ങ്, കൂരയ്ക്കാര് തൂണ്, ചത്തുകിടക്കാൻ ആർക്ക് നേരം? ഞാൻ ചാവൂല. കണ്ടില്ലേ, കേട്ടില്ലേ, കൊച്ചുരാമ എന്ന് പൈക്കള് വിളിക്കണം, ഞാറ് വിളിക്കണം, ചാല് വിളിക്കണം, മാനം വിളിക്കണം. അങ്ങനെ ഞാനേ കേൾക്കുന്നുള്ള എന്നോ പരദൈവങ്ങളെ, ഉറങ്ങിയാൽ ഉണരണം, ചത്താൽ എണീക്കണം, മണ്ണ് വിളിക്കണം, വിളി കേട്ട മക്കള് പോണ പോക്ക് കണ്ട ഏതോ ഒരൊച്ച കേൾക്കണ പോലെ, ഉറക്കെ വാതിലടച്ചൂട്ടി കുഴിയിൽ കിടക്കണ പോലെ, പിന്നെ എണീറ്റ് എല്ലാം നോക്കി നടക്കണ പോലെ. വേറൊരു കാലത്ത്, വേറൊരു നാട്ടില്, വേറൊരു പാടത്ത്, വേറൊരു പൂതിയില്, വേറൊരു ഭൂമിയില് എന്റെ അച്ഛൻ, അച്ഛൻ ഒത്തണ കിളക്കണ, തേവണ പാവണ്, കിതക്കണ വീഴണ്, പിന്നെയും മുളയ്ക്കണം. അതന്നെയാണ് മാഷ് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ മരിക്കുന്നേയില്ല. അച്ഛന്റെ ഓർമ്മകൾ ഈ വീടിനെ ചുറ്റിപ്പറ്റി, ഈ നാടിനെ ചുറ്റിപ്പറ്റി, ഈ ദേശത്തെ ചുറ്റിപ്പറ്റി എല്ലാം ഉണ്ടാകും എന്നൊരിക്കൽ കൂടി പറഞ്ഞു വെക്കുകയാണ് അച്ഛൻ. ഈ മാഷ് ഈ വീട് പണിയുമ്പോൾ എന്ന
കവിതയിലൂടെ അത് മനോഹരമായിട്ട് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും മനസ്സിൽ തട്ടിയ ഈ കവിതയ്ക്ക് വളരെ നന്ദി പക്ഷി. സ്വരാജ് സ്വരാജ് ഇങ്ങോട്ട് വരും ഫ്രെയിം. പ്രിയപ്പെട്ടവരെ, രാവുണ്ണി മാഷ്ക്ക് ഹൃദയത്തിൽ നിന്നും നിറഞ്ഞ ഗുരുതുല്യനാണ്, ഗുരുവാണ്, കവിതയിൽ ഗുരുവാണ്. അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു. ദേശാഭിമാനി പുരസ്കാരം ഈ വർഷം നേടിയതിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മളും അതിലധികം സന്തോഷിക്കുന്നു. ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഈ വീട് മാഷ് റെനോവേഷൻ ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിൽ വരുന്നത്. ഈ ഭാഗം എനിക്ക് തോന്നുന്നു അന്ന് എൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതുന്നത് മാഷാണ്. അപ്പോൾ പരിപാടിയുടെ നോട്ടീസായിട്ട് വന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇറവ് ഭാഗത്തേക്ക് അന്ന് വരുന്നത്. ഇപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള മാഷിൻ്റെ അച്ഛനെ പറ്റിയുള്ള അതുപോലെ പെങ്ങളെ കുറിച്ചുള്ള കവിത വായിച്ചപ്പോൾ ചർച്ചകൾക്കും ചോദ്യങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ഒരു കവിതയാണ്. അത് അനുഭവിക്കുന്ന ഒരു കവിതയാണ്. അതിന് ചോദ്യോത്തരവും ഇല്ല. നമ്മളത് മാഷ് ചൊല്ലി കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കുകയും ചെയ്തു. ആ ഒരു ദുരന്തം, ആ ഒരു ചെറുപ്രായത്തിൽ മുന്നിൽ കാണുന്ന ആ ദുരന്തം, അത് ജീവിതമുള്ളിടത്തോളം കാലം വേട്ടയാടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ കണ്ണമാഷ് പറഞ്ഞാൽ അച്ഛൻ നട്ടത് എന്നുള്ളൊരു പ്രയോഗം അതിൽ തന്നെ സമ്പൂർണ്ണമാണ്. മാഷിൻ്റെ മിക്ക കവിതകളും അങ്ങനെയാണ്. അവസാനത്തെ ഒരു വാചകത്തിൽ, ഒരു വാക്കിൽ നമ്മൾ പിന്നീട് അവിടെ നിന്ന് പിന്നിലേക്ക് ആ കവിതയിലേക്ക് പോവുകയും വേറൊരു തല അതിലേക്ക് കാണുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. സ്വച്ഛ് ഭാരത് എന്നുള്ള കവിത, അത് ഒരു ലൈബ്രറിയിലേക്ക്, ഈ അവണൂരത്തെ ലൈബ്രറി തന്നെയല്ലേ നമ്മുടെ അദ്ദേഹം ജയൻ ചേട്ടൻ കൊടകര പഞ്ചായത്തിൽ ഇരുന്നിട്ടുണ്ട്. ആ ഒരു ലൈബ്രറിയിലേക്ക് പണ്ട് കടന്നു ചെല്ലുന്ന കവിത നമ്മൾ ചെല്ലുമ്പോൾ മാഷു പറയുന്ന പോലെ തന്നെ അവിടെ കീറിയിട്ടുണ്ടാവും ഡിക്റ്റേറ്റീവ് നോവൽ. ഇപ്പോൾ കോട്ടയം പുഷ്പദാൻ്റെ ഡിക്റ്റേറ്റീവ് നോവൽ വെച്ചാൽ അതിൻ്റെ ഇന്ന പേജ് നോക്കൂ അവസാനം ഇടയിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ക്ലൈമാക്സ് എഴുതി വെച്ചിട്ടുണ്ടാവും. ചില പേജുകൾ ആൾക്കാർ കീറിക്കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുള്ള ലൈബ്രറി, ചിതറിക്കിടക്കുന്ന ലൈബ്രറി, എന്താ പറയുക, ഒരു യൂണിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു യൂണിഫോമായിട്ടുള്ള പദ്ധതി ഇല്ലാത്തൊരു ലൈബ്രറി, ചെതറിയ ലൈബ്രറി. ആ ലൈബ്രറി ഇങ്ങനെ വായിച്ച് അവസാനം ഇന്നത്തെ ഒരു ലൈബ്രറിയിലെത്തി അവസാനം സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞ ഒരു സെന്റൻസിലെത്തുമ്പോൾ നമ്മൾ ആ ലൈബ്രറി വിട്ട് ഇന്ത്യയിലേക്ക് പോകാം. ആ ബഹുസ്വരത നിറഞ്ഞ ഇന്ത്യ എങ്ങനെയാണ് എൻ്റെ സ്വരം മാത്രം കേട്ടാൽ മതി എന്ന് ഒരു കൂട്ടം പ്രഖ്യാപിക്കല്ലോ, അതിനെ നേതൃത്വത്തിൽ ഒരാൾ പ്രഖ്യാപിക്കുന്നൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു ആ ഒരു അവസ്ഥ അത്രയും വളരെ ഒരു ലൈബ്രറിയുടെ ചെറിയൊരു ഇതിൽ വെച്ചിട്ടാണ് മാഷത് പറഞ്ഞത്. ഈ കവിത ഇതുപോലെ തന്നെ ഈ രണ്ട് കവിത ജയറാം മാഷ് ചൊല്ലിയ കവിത, അതിൽ ഈ അച്ഛനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലാണ്. എനിക്കും അത് ഫീൽ ചെയ്യാം ആ കവിതയ്ക്ക്. കാരണം എൻ്റെ അച്ഛനൊരു കർഷകനാണ്. ഇപ്പോഴും കൃഷിപ്പണി ചെയ്യുന്ന പാടത്ത് സ്വന്തമായിട്ട് കൃഷിയുണ്ട്. അവിടെ കൃഷിപ്പണി ചെയ്യും, നെല്ലും വാഴയൊക്കെ വെക്കുന്ന വ്യക്തിത്വമാണ്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ വാഴയ്ക്കൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫീലിങ് അവർ ഒരു കൃഷിക്കാരൊരു കർഷക തൊഴിലാളി എങ്ങനെയാണ് മണ്ണിനെ കാണുന്നത്, ആ മണ്ണിലേക്ക് ഇറങ്ങുന്നത്, അത് മണ്ണ് ഒരു തൂമ്പെടുത്ത് വന്ദിച്ച് കൊത്തുന്നത്, ആദ്യത്തെ കൊത്തുന്നത്, വിതയ്ക്കുന്നത്, വീട്ടിൽ കാളയുണ്ടായിരുന്ന നുകം കലപ്പറ്റി ഉണ്ടായിരുന്നത് അതൊക്കെ നഷ്ടപ്പെട്ടു. പുതിയ കാലഘട്ടത്തിലെ യന്ത്രങ്ങൾ അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, അല്ലാതെ പറ്റില്ല. അപ്പം ഇത്രം
അതിൽ തന്നെ ഈ മുളയ്ക്കണം എന്നുള്ള വീണ്ടും വിത്ത് മുളയ്ക്കണം എന്നുള്ളത് നമുക്കറിയാം. കന്നിക്കൊയ്ത്തിലൂടെ വൈലോപ്പിള്ളി മാഷ് പറഞ്ഞ ആ ഒരു ഇത്, ഹാബി ജിഗീഷ് മൃത്യുവിന്നാമോ ജീവിതത്തിൻ്റെ കൊടിപ്പടം താഴ്ത്താൻ എന്നുള്ള ആ ഒരു ഇതിനെ ഈ മാഷിന്റെ രീതിയിൽ മാഷ് വീണ്ടും മുളയ്ക്കുകയാണ്. ഞാനന്ന് ഈ കവിത പ്രകാശനം ചെയ്തന്ന് എനിക്കതിൽ കണ്ടെത്തിയ വേറൊരു ചിന്താഗതി, ഞാനതിനൊരു പാരൽ വേൾഡായിട്ടാണ് ആ കവിതേനെ കണക്ട് ചെയ്തപ്പെട്ടത്. നമ്മൾ ഇപ്പോൾ യൂണിവേഴ്സ് എന്നുള്ള തിയറിയിൽ നിന്ന് മാറി മൾട്ടിവേഴ്സ്, പാരൽ വേൾഡ് എന്നുള്ള ധാരാളം തിയറികൾ സയൻസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഈ യൂണിവേഴ്സിൽ, ഈ ഭൂമിയിൽ, ഈ സൗരയൂഥത്തിൽ, ഈ ഭൂമിയിൽ രാവണി മാഷ്ട വീട്ടിൽ നിന്ന് ഇങ്ങനെ രാവണി മാഷ്ട കവിതകൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ മാഷ് പറഞ്ഞ കാര്യം മറ്റൊരു യൂണിവേഴ്സിൽ, മറ്റൊരു സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ വേറൊരു ഫംഗ്ഷനിലായിരിക്കും കണ്ടുമുട്ടുക. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അറ്റ് പ്രസൻറ്റിൽ. അപ്പോൾ അങ്ങനെയും കൂടി ബന്ധപ്പെടുത്തിയാണ് ഞാൻ ആ കവിതനെ അന്ന് വായിച്ചത്. മാഷിനെയും കവിതകൾ വായിക്കാനുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും അന്ന് മാഷ് പറഞ്ഞിട്ട് ഞാൻ ഇതിലൊരു കവിത, ഒരു ബസ് യാത്രയുടെ ഒരു കവിതയിൽ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അതും നേരത്തെ പറഞ്ഞൊരു നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നതാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇല്ലാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൂടുന്ന ഒരു കവിതയായിരുന്നു അത്. ഇതിൽ ചൊല്ലിയിട്ടുണ്ട് ഞാൻ. മാറ്റുദേശ കവിത. എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് ഈ മാറ്റുദേശം എന്നുള്ള വേട്, ഞാൻ ഈ ഭാഗത്തേക്ക് അധികം വന്നിട്ടില്ല. അപ്പം ഇതിൻ്റെ ഇവിടുത്തെ അരിമ്പൂരിൻ്റെയും മാറ്റുദേശത്തിൻ്റെയും ഒരു ഹിസ്റ്ററി ചെറിയ വാക്കിൽ പറയാനും, അതുപോലെ അതെങ്ങനെയാണ് മാഷ് കൃത്യമായിട്ട് ഇതിലേക്ക് അടയാളപ്പെടുത്തുന്നത് അറിയാനും ആഗ്രഹമുണ്ട്. നമുക്ക് ഒരു 3-4 കവിതകൾ വളരെ വേഗത്തിൽ വായിക്കുന്നത് ഞാൻ വിചാരിക്കില്ല. കാവ്യസന്ധ്യയിൽ അത്തരം കവിതകൾ വരുമ്പോഴാണ് കുറേ ചോദ്യങ്ങൾ വന്നു. ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ചില ഉത്തരം ഞാൻ പറയാം. ഒന്ന്, ഈ കവിത, വീട് പണിയുള്ള കവിത യഥാർത്ഥത്തിൽ എന്താണ്? അച്ഛനും പെങ്ങളുണ്ട്, അത് മാറ്റി നിർത്തി. ആ കവിതയിൽ പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വീട് പെയിൻ്റ് അടിക്കുന്നതിനെ കുറിച്ച് അച്ഛൻ പറയുന്നത്. അച്ഛൻ പെയിൻ്റ് അടിക്കും, പല കളറിൽ അച്ഛടി പെയിൻ്റ് അടിക്കുകയാണ്. സംഭവിക്കുന്നത് എന്താ? ചുവപ്പടിക്കുമ്പോൾ ചുവപ്പല്ല, ബ്ലാക്കാണ് വരുന്നത്. ഏത് നിറം അടിക്കുമ്പോൾ ബ്ലാക്കാണ് വരുന്നത്. അത് ഭ്രാന്ത് പിടിക്കുകയാണ്. ആ കവിത യഥാർത്ഥത്തിൽ വരുന്നത് ഈ വീട് മുഴുവൻ പണിത് കഴിഞ്ഞിട്ട് കഴിയുന്നൊരു ഘട്ടത്തിൽ ആ വീട് തൻ്റെ വീട് അല്ലാതായി തീരുന്ന ഒരാൾ, ആ വീട്ടിൽ അന്യനായി തീരുന്ന ഒരാൾ. മിക്കവാറും എല്ലാ ഗൃഹനാഥന്മാരും നോക്കിക്കോളും, എല്ലാ അച്ഛന്മാരുടെയും വീട് നോക്കിക്കോളും. ഈ അച്ഛന്മാരൊന്നും വീട്ടിൽ ശരിക്ക് മനസ്സിലാക്കപ്പെടുന്നില്ല. അച്ഛൻ കൊണ്ട വെയിലിന് കണക്കവിടെയില്ല. ബാക്കി ഏത് വീട്ടിൽ നോക്കിക്കോളൂ, ഏത് വീട്ടിലും വർത്തമാനത്തിനിടയ്ക്ക് വരുന്നൊരു സംഗതി അച്ഛൻ എന്താണ് ചെയ്യുന്നത്, അച്ഛൻ എന്താണ് ചെയ്തത്, അച്ഛൻ എന്തായിരുന്നു എന്നൊരു അന്വേഷണം ആരും നടത്താറില്ല. അമ്മയ്ക്ക് ഒരുപാട് സാധനം കിട്ടാറുണ്ട്, കിട്ടേണ്ടതാണ്, കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടും വേണം. പക്ഷെ അച്ഛന് എന്നൊരാളുണ്ട്, അയാളാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അയാൾ ഈ വീട്ടിൽ അയാൾ ആരും അല്ലാതെ ഇങ്ങനൊരു അച്ഛനുണ്ട്. ആ അച്ഛനായിരുന്നു എൻ്റെ അച്ഛൻ. ഈ കവിത ഞാൻ ഭ്രാന്ത് പിടിക്കാതൊരു വാക്ക് പറഞ്ഞു. അങ്ങനെ പലതും ഉണ്ട്. അതായത് ജീവിതത്തിൽ തെറിച്ചു പോകുന്ന ആൾക്കാരുണ്ട്, ശരീരം കൊണ്ട് മനസ്സിലാവും. ഈ അവസാനത്തെ കൃഷി ജയറാമാഷ് വായിച്ച കവിത ഉണ്ടല്ലോ, കിടക്കുന്ന സമയത്ത് അച്ഛന് സ്ഥലകാലം തെറ്റാണ്, ക്യാൻസറായിരുന്നു, സ്ഥലകാലം തെറ്റാണ്. അപ്പം പെട്ടെന്ന് അച്ഛൻ കാലത്തിൻ്റെ നേരത്തെ പോകും. ഞങ്ങളിരിക്കുമ്പോഴേക്കും അച്ഛൻ പോയി പാടത്തുനിന്ന് വരുന്നുണ്ടാവും. കിടന്ന കിടപ്പിൽ അച്ഛൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, എന്തായി അവിടെ, എന്തായി നീ പോയാ? അപ്പം അച്ഛൻ്റെ അവിടെ ആകെ വിത്തിട്ടതൊക്കെ ആകെ പോയിട്ടുണ്ടാവും. നീ എന്താ ഇവിടെ നിൽക്കണേ, ഞാൻ അവിടെ കിടക്കില്ലേ എന്ന മട്ടിലാണ് അച്ഛൻ നിൽക്കുന്നത്. അങ്ങനെ സ്ഥലകാലം തെറ്റിപ്പോവുകയും എന്തൊക്കെയോ നാശങ്ങൾ എല്ലായിടത്തും വരുന്നു, അവനവൻ്റെ കണ്ണെത്താത്തതുകൊണ്ട് എന്ന് വിചാരിക്കുന്ന ഇപ്പോഴും ചെയ്യുന്നൊരു അച്ഛൻ. അതിന് രണ്ടാമത്തെ അച്ഛനിൽ വരുന്നത്. എവിടെ ഇടയ്ക്ക് എടുത്തിയാലും അടക്കാണ്ട് പിന്നെയും അവിടെ നിന്ന് എടുത്ത് കിടക്കുന്നൊരു അച്ഛൻ ഉണ്ട് വീട്ടിനകത്ത്. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ മിക്കവാറും അച്ഛന്മാർ വീടുകളിൽ തിരിച്ചറിയപ്പെടാത്തവരോ ഒഴിവാക്കപ്പെട്ടവരോ ആണ്. വീട്ടിലെ സ്വകാര്യ സംഭാഷണങ്ങളിൽ ഒഴിവാക്കപ്പെടുന്ന ഒരാളില്ല ഇവിടെ അച്ഛനാണ്. അച്ഛൻ വരുമ്പോഴേക്കും സല്ലാമങ്ങളൊക്കെ നിൽക്കും, അച്ഛൻ വരുമ്പോഴേക്കും വീട്ടിലെ ചിരിയൊക്കെ നിൽക്കും, വർത്തമാനം പെട്ടെന്ന് നിൽക്കും. അങ്ങനെ സംഗതിയുണ്ട്.
അപ്പോൾ അതിൽ അച്ഛൻ പങ്കാളിയാവും. അച്ഛന് വേറെ ചില പരിഗണനയുണ്ട്. ഭക്ഷണം വെച്ചാൽ നല്ല ഭക്ഷണം അച്ഛൻ വിളമ്പി കൊടുക്കും. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തിരസ്കരിക്കപ്പെടുന്ന അച്ഛൻ. ഈ കവിതയിൽ വീട് പണിയിലെ അച്ഛൻ യഥാർത്ഥത്തിൽ വീട് പണിത് പൂർത്തിയാക്കുന്നില്ല. ആ വീട് പണിക്ക് മുമ്പ് അച്ഛൻ തോൽക്കുകയാണ്. അച്ഛന് സ്വന്തം വീടല്ലാതെ പോകും. അത് ആകാശത്ത് എത്തുമ്പോൾ നമുക്ക് ആകാശം ഇല്ലാതാവുമെന്ന് തോന്നുന്ന പോലെ വീടൊക്കെ പണി കഴിഞ്ഞ സമയത്താണ് ഈ വീട് അല്ലല്ലോ ഞാൻ പണിത് എന്ന് ഒരു തോന്നൽ അച്ഛനുണ്ടാവും. മുമ്പൊരിക്കൽ ഒരു കവിതയിൽ, ചെറിയൊരു കവിതയിലെ, ഒരു കുഞ്ഞു കവിതയിൽ ഇങ്ങനെ കിച്ചൺ സിറ്റ് ഔട്ട് അത് ഇത് എല്ലാം ചേലൊത്ത് പണി തീർത്തിട്ടും വീടായതില്ല മാളിക എന്നുണ്ട്. വലിയ ബിൽഡിംഗ് ഉണ്ടായി, പക്ഷെ വീടായില്ല എന്നൊരു 4 വരി കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം അച്ഛൻ ഇങ്ങനെ പുറന്തള്ളപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള പറയാതെ പോകുന്ന കുറേ കാര്യങ്ങൾ ആ കവിതയ്ക്കകത്ത് പതിഞ്ഞ് കിടക്കുകയാണ്. മതിലെ കൃഷിക്കാരനാണ്. കൃഷിക്കാരായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും കിടക്കില്ല. എല്ലായ്പ്പോഴും അവരുടെ മനസ്സിങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കും. അവിടെ എന്തായി, അതെന്തായി, ഇതെന്തായി എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കൂടി ചേർന്ന അച്ഛന്മാരെന്നെയാണ്. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താ വെച്ചാൽ, ഞാനിവിടെ അവസാനം വായിക്കേണ്ടിയിരുന്ന കവിതയാണ് ആദ്യം വായിച്ചത്. ഇവിടെ പൊടുന്ന നമുക്ക് ആകെ ഒരു താളം തെറ്റിലുണ്ടായി എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വാസ്തവത്തിലുണ്ട്. വിളക്ക് എന്ന് പറഞ്ഞ കവിത ചൊല്ലാൻ പറഞ്ഞു, ഞാനത് ചൊല്ലാം. ആ വിളക്കിന് മുമ്പ് ഒരു 3-4 കവിത കൂടി ചൊല്ലാം. മാറ്റിയാഴ്ച എന്നുള്ളത് ഈ നാടിനെ കളിയാക്കി വിളിക്കുന്നൊരു പേരാണ്. ഞങ്ങളുടെ നാട്, ആ കവിത മുഴുവനുണ്ട്. മാറ്റിദേശത്തെ കല്ലെടുത്ത് എന്നുള്ള കവിത ആ നാടിനെ കുറിച്ച് വളരെ പ്ലെയിൻ ആയിട്ടൊരു സംഗതിയാണ്. ഈ നാട് ചേറ്റുപുഴ പാലം, പെരുമ്പുഴ പാലം, ഈ 2 പാലങ്ങൾ വരുന്നേക്കാൾ മുമ്പ് ഇതൊരു ഒറ്റപ്പെട്ട ദ്വീപാണ്. ഇതൊരു ദ്വീപാണ്. ഇവിടേക്ക് സഞ്ചാരികളില്ല. ഉണ്ടായിരുന്നു വഞ്ചിയാണ്. വഞ്ചിയിലാണ് അക്കരക്കാർ ഇക്കരെ വരിക. നിങ്ങൾ പണ്ട് കാഞ്ഞണി അക്കരയുണ്ട്. അച്ഛൻ കാഞ്ഞണിക്ക് പോയാൽ, ഇപ്പോൾ ഒന്ന് കയറി അടുത്ത സ്റ്റോപ്പ് കാഞ്ഞണി. അപ്പോൾ അച്ഛൻ കാഞ്ഞണിക്ക് പോയാൽ അക്കരയ്ക്ക് പോയി എന്ന് പറയും. അവിടെ അക്കരയാണ്, അവിടെ അക്കരയാണ്, ചുറ്റും അക്കരയാണ്. ഈ അക്കരയ്ക്കിടയിലാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ ഒതുങ്ങി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. പൊതുവിൽ പരിഷ്കൃതരും സൗകര്യമുള്ളവരും അറിവുള്ളവരൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് മറ്റുള്ള ഇടങ്ങളിൽ കിടക്കുന്ന ആൾക്കാരുടെ പുച്ഛം ഉണ്ടാകും. വെറുതെ ഒരു പുച്ഛം. ആ പുച്ഛം മാറ്റിദേശക്കാരോട് ധാരാളം ഉണ്ടായിരുന്നു. മാറ്റിദേശത്തെ മറ്റേ ദേശമാണ് മാറ്റിദേശം എന്നാണ്. ഞാൻ പക്ഷേ അതിന് പണ്ട് ഒരു ഇത് എഴുതിയിട്ടുണ്ട്, മാറ്റുള്ള ദേശമാണ് മാറ്റിദേശം. കാരണം ഞാനല്ലേ എഴുതണം. അപ്പം ഞാനത് പത്രം മാറ്റണമെങ്കിൽ മാറ്റുള്ള ദേശമാണ് മാറ്റിദേശം. ശരിക്കും മറ്റേ ദേശമാണ് മാറ്റിദേശമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ദൂരെയുള്ള ഒരു സ്ഥലത്തിന്, ഒരു ഐസൊലേറ്റഡ് ഏരിയയിൽ വരുന്ന ഏതൊരു ഇടത്തെയും ഒന്ന് ചെറുതാക്കി കാണിക്കാൻ ഒരു പ്രവണതയുണ്ട്. അത് രാജ്യങ്ങളെക്കുറിച്ചുണ്ട്. ചില രാജ്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഭയങ്കര പുച്ഛമുണ്ടാകും. അങ്ങനെയുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. ഒരുപാട് കഥകൾ ഈ നാടിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ആക്ട്രോമാൻസൊക്കെ കല്യാണം കത്തിക്കാറില്ല. കിടത്താറിയില്ല. ആക്ട്രോമാൻസ് കിടത്താറില്ല. അവസാനം പല വിദ്യ നോക്കി പലതും നോക്കി കിടന്നില്ല. അവസാനം ചെയ്തൊരു വിദ്യ എന്താണ്? കൊണ്ടുപോയി വെള്ളത്തിൽ ഉപ്പിടും. നെല്ലിക്ക, മാങ്ങ, ഉപ്പ് കിണറ്റിൽ. അതെന്താ വെച്ചാൽ ഒന്നിച്ചുകൊണ്ട് ഇഷ്ടംപോലെ മാങ്ങ കൊണ്ട് ഉപ്പിലിടും. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഇത് പാകാകുമ്പോൾ പോയി എടുക്കണ്ടേ, കോഴി എടുക്കണ്ടേ, ആരെവിടെ ആൾ പോകും. ഈ പോയ ആള് എന്താണ്ടാവുക? നെല്ലിക്കയിലും മാങ്ങയിലും നിറയെ മാങ്ങിച്ച് അതിനുള്ളിൽ താന്നു പോകും. പക്ഷെ മറ്റുള്ള വിചാരിക്കും ഇവൻ അതിൻ്റെ അകത്തിരുന്ന് ഇതൊക്കെ തിന്നാവും വിചാരിച്ച് വീണ്ടും ഇറങ്ങി. ഏറ്റവും പ്രശസ്തമായ കഥാളുകൾ മരം മുറിച്ച പൂള ഞങ്ങളുടെ ബ്രാൻഡ് മരം. ഇവിടെ കുറെ തീപ്പിടി കമ്പനി ഉണ്ടായിരുന്നു. തീപ്പിടി കമ്പനി നിരത്തി വരാനുള്ള കാരണം പൂളമരം ഉണ്ട് എന്നുള്ളതാണ്. തീപ്പെട്ടി കൊള്ളിക്കുള്ള മരണം. അപ്പോൾ ഈ പൂള പൊടിക്കുന്ന നേരത്ത് അത് നിരത്തി വന്നു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും. വളരെ സോഫ്റ്റാണ്. അപ്പോൾ എന്താ മാർഗം? നിരന്ന് നിന്നു ഇത് മേലേക്ക് ഇത് ഒന്ന് താങ്ങാൻ നോക്കി. പൂള
മനുഷ്യനെ താങ്ങിപ്പോയി. അങ്ങനെ കഥകളുണ്ട്. ഇത് വേറൊന്നുണ്ട്. ഇതേ കഥകൾ പല നാട്ടിലും വേറെ പല നാടുകളെ കുറിച്ച് പറയുന്നത്. അതായത് നമ്മുടെ കാതിക സാമ്പശിവന്റെ ജന്മനാടിനെ കുറിച്ച് ഇതേ കഥകളുണ്ട്, ഇതേ സെയിം കഥകളുണ്ട്. അപ്പൊ മറ്റുള്ള ദൂരെയുള്ള ദേശക്കാര് മോശക്കാരാണ് എന്ന് കാണിക്കാൻ വേണ്ടി മനുഷ്യരുണ്ടാക്കുന്ന കൗതുകം നിറഞ്ഞ കഥകളുടെ ഭാഗമാണ്. അപ്പൊ നമുക്ക് എന്താ കുഴപ്പമെന്ന്, നമ്മൾ പഠിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴോ ഒക്കെ ഏതെങ്കിലും സ്ഥലത്ത് വന്നാൽ ഈ പേര് കൊണ്ട് കഴിഞ്ഞു, നമുക്ക് പിന്നെ ഇല്ല. നിന്റെ രാജ്യം ഏത് എന്ന് ഏത് രാജ്യത്തെ രാജാവാണ് നീ എന്ന് കർണനോട് ചോദിച്ച പോലെയാണ്. പിന്നെ അസ്തവീരനായി ഒന്നും ചെയ്യാൻ പറ്റും. നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ വെറുതെ പറയുമ്പോൾ ഇവർ മാറ്റിയേശക്കാരനല്ലേ, അപ്പൊ കഴിഞ്ഞു പോയി. ആ ഓട്ടമത്സരത്തിൽ നമ്മൾ